ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കർക്കിടക മാസ സ്പെഷ്യൽ ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നറിയണ്ടേ? കർക്കിടക മാസം ആയതുകൊണ്ട് നമ്മൾ ആരോഗ്യം കൂടി ഒന്ന് നോക്കണ്ടേ. അപ്പം നമുക്കൊരു ജീര ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമുക്ക് തുടങ്ങിയാലോ? ജീര ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൺചട്ടിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയാണ് ഇതിന് പ്രധാനം. നമ്മൾ മുളക് പൊടിയൊന്നും അങ്ങനെ ചേർക്കണില്ല. കുരുമുളക് പൊടിയും ജീരകവുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മതി. ഇതിനകത്ത് ചുവന്നുള്ളിയാണ് കൂടുതലായിട്ട് വേണ്ടത്. ചെറിയുള്ളി, ചുവന്നുള്ളി എന്നൊക്കെ എല്ലാവരും പറയുന്നത്. ചെറിയുള്ളി, സവാള എടുക്കരുത്, ചെറിയുള്ളി തന്നെ എടുക്കണം. കൂടുതൽ അളവിൽ ചെറിയുള്ളിയാണ് വേണ്ടത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. 1 മുറി തേങ്ങയാണ് അതിന് വേണ്ടി എടുക്കുന്നത്. തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. തേങ്ങാപ്പാൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1-ാം പാൽ 2-ാം പാലിൽ നിന്ന് മാറ്റി വെച്ചിട്ടില്ല. നമ്മൾ ഈ ഒറ്റയൊരു പാലിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ നമ്മൾ സ്റ്റൗ എത്തിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ജീര ചിക്കൻ വെക്കുന്നതിന് നാടൻ കോഴിയാണ് വേണ്ടത്. നമുക്കിവിടെ നാടൻ കോഴി കിട്ടാത്തത് കൊണ്ട് നമ്മൾ ബ്രോയിലർ കോഴി തന്നെയാണ് എടുത്തേക്കണേ. അല്ലെ പിന്നെ നമ്മൾ ചണ്ടിക്കോഴി എന്നൊക്കെ പറയുന്ന ലഗോണില്ലേ, അത് ആയാലും എടുക്കാം. തേങ്ങാപ്പാൽ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി നമുക്ക് കീറിയിടാം. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഒരു പകുതി 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പ്രധാന ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കത് പൊടിച്ച് റെഡിയാക്കാം. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കും. അതുകൊണ്ട് നമുക്ക് കടുകിൻ്റെ ഉലുവൻ്റെ അളവ് കുറവ് വേണം. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് വേണ്ട ജീരകമാണ്. അത് നമുക്കൊരു 2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചൂടാക്കി വറുത്ത് പൊടിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജീര ചിക്കന്. വലിയ ജീരകം അല്ല കേട്ടോ, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയണ ജീരകമാണ്. ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. തേങ്ങാപ്പാൽ കിടന്ന് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ വെന്ത് ഒരു പകുതി വേവായിട്ടുണ്ട്. പകുതിയോളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ജീരകവും കുറച്ച് കടുകും ഉലുവയും എല്ലാം കൂടി പൊടിച്ച് വെച്ചതാണ്. നമുക്കിതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് പിടിച്ച് നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി വരുന്ന വരെ വേവട്ടെ. നമുക്ക് വറവിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. നമ്മുടെ ചിക്കനൊക്കെ എന്തായി നമുക്ക് തുറന്നു നോക്കാം. ചിക്കനൊക്കെ അങ്ങനെ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് ജീരകമൊക്കെ പിടിച്ച് അങ്ങനെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
നന്നായി വെന്ത് വന്നു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് വറവിടാൻ നോക്കാം. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഉറച്ചു പോയി. നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ. എണ്ണ ചൂടായി നമ്മൾ ഇതിനകത്തേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം, ചുവന്നുള്ളി, ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം. ജീര ചിക്കനകത്തേക്ക് നമ്മൾ ഉള്ളി, മുളക് എല്ലാം മൂപ്പിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായതും കർക്കിടക സ്പെഷ്യലുമായ ആരോഗ്യത്തിനും നല്ലതായ ജീര ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. കർക്കിടക മാസം തീരുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്യണം. അങ്ങനെ ജീര ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.